ഹേ ഗായ്സ്, ഞാനിപ്പോൾ മണാലിയിലാണുള്ളത്, ഓൾഡ് മണാലിയിലാണുള്ളത്. നമ്മൾ കൗസർ പോയി പരിചയപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കണ്ടോ, 2 പശുക്കൾ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ ഞാനും ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ സമയം 11 മണിയായി, ഒരു 10 മണി അങ്ങനെ ആവും ഇവിടെയുള്ള കടകളൊക്കെ ഒന്ന് തുറന്നു വരാൻ. ഞാനിപ്പോൾ താഴോട്ടേക്ക് പോവാണ്. കാരണം ഞാൻ കൗസർ പോയ ഒരു സൈക്ലിസ്റ്റിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോ ആയിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. ബ്രോ ഒരു സ്കൂട്ടി റെൻ്റ് എടുത്തിട്ടുണ്ട്. കാണുന്ന കടയിലൊക്കെ കണ്ടോ, ഈ ഒരു ടൈപ്പ് വൂളൻ ഡ്രസ്സൊക്കെ വെക്കുന്നതും ലെതർ വെക്കുന്ന കടകളും കണ്ടോ, ഇങ്ങനെയുള്ള കടകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. നമ്മൾ 3 നൈറ്റായിട്ട് മണാലിയിലുണ്ട്. ഇനി എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണ് ചണ്ഡീഗഡ് സൈഡിലേക്ക്. ഇന്ന് രാത്രിയത്തെ ഒരു ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ബ്രോനെ ഞാൻ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. രാജേഷ് ഫ്രോം ഒഡീഷ. അപ്പോൾ ബ്രോയുടെ കൂടെയാണ് നമ്മൾ സാത്താൻ വാലി, സാത്താൻ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. സ്കൂട്ടി റെന്റിന് എടുത്തിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. പെട്രോൾ ഫില്ല് ചെയ്യാണ്. ഇവിടെ 95 രൂപയുള്ളൂ പെട്രോൾ കേട്ടോ. ഇവിടുന്ന് ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം. നമുക്ക് നടന്നു പോകാൻ പറ്റും. വണ്ടി എടുത്ത് പോകണമെങ്കിൽ ഒരു 100 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം എന്താണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളവിടുന്ന് പെർമിറ്റ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാണ്. പ്രധാൻ പാസിലേക്കുള്ള പെർമിറ്റാണ് എടുത്തത്. നമുക്ക് ഇവിടുന്ന് അഹമ്മദാബാദിലേക്കും അതുപോലെ പ്രധാൻ പാസിലേക്കൊക്കെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. 5 ദിവസത്തെ ട്രെക്കിംഗ് ആണ് അത് വരുന്നത്. സീസൺ സമയത്ത് വരികയാണെങ്കിൽ ഈഗ്ലൂ ഒക്കെ ഉണ്ടാവും. ഈഗ്ലൂരൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല, ഇപ്പോൾ എല്ലാം മെൽറ്റായി പോയിട്ടുണ്ടാവും. നമ്മളെന്തായാലും മുന്നോട്ട് പോവാണ്. ഇവിടെ നിന്ന് നമുക്കൊരു നല്ല വ്യൂ കാണാൻ പറ്റും. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കുറച്ച് മോശമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടാണുള്ളത്. വേറൊരു ലെവൽ വ്യൂ അല്ലേ. ഇപ്പോൾ ബ്രോ സൈക്ലിസ്റ്റാണ്, ലഡാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും വേറെ ലെവൽ വ്യൂ ആണ്. നിങ്ങൾ നോക്കിയേ, ഫുള്ള് പൈൻ ഫോറസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് മണാലി ടൗണും കാണാൻ പറ്റും. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ചെറുതായിട്ടെന്തോ പ്രശ്നമുണ്ട്. റോഡ് ചെറുതായിട്ട് ബ്ലോക്കായിട്ടാണ് ഉള്ളത്. എനിവേ ലെറ്റ്സ് വെയിറ്റ്. പുറകിലായിട്ട് ഒരുപാട് ട്രക്കൊക്കെ വരുന്നുണ്ട്. അവിടെ ചെറുതായിട്ടെന്തോ ലാൻഡ് സ്ലൈഡ് ആയിട്ട് നടന്നതായിട്ടാണ് തോന്നുന്നത്. ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടാണുള്ളത്. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഈ വ്യൂ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് നേരമായി നമ്മളിങ്ങനെ ഇരിക്കുന്നു. ആ കാണുന്നത് ഓൾഡ് മണാലി ആണെന്ന് തോന്നുന്നു. നമുക്ക് റിവറയിലോട്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. നൈസല്ലേ. ഇവിടെ നമുക്കൊരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. മണാലി ടൗണാണ് ആ കാണുന്നത്. വേറൊരു രസമല്ലേ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ. എന്തായാലും നമ്മൾ താഴോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഓൾഡ് മണാലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുന്നേ വന്ന അതേ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഞാൻ ഈ തുപ്കക്കാണ് പറഞ്ഞത്. നോക്കാം, ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ തുപ്ക വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ചിക്കനാണ് കേട്ടോ. അടിപൊളി, വേറെ ലെവലാണ് കേട്ടോ, വേറെ ലെവൽ. ഇപ്പോൾ കഴിച്ചിട്ട് വരാം. അങ്ങനെ മണാലിയിൽ നിന്ന് ഞാൻ ചണ്ഡീഗഡിലേക്ക് പോവാണ്. ഓവർനൈറ്റ് ജേണിയാണ്. ഞാൻ ഇവിടുന്ന് സ്ലീപ്പർ വോൾവോ ബസ് എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ എന്തായാലും രാവിലത്തേക്ക് ഞാൻ ചണ്ഡീഗഡിലെത്തും. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സ്ലിപ്പറി ആവുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, ഷൂ ഇല്ല. എന്തായാലും ഞാൻ ചണ്ഡീഗഡിൽ പോയിട്ട് നമുക്ക് ഷൂ മേടിക്കണം. ഡെക്കാത്തോളുണ്ട്. ഏതെങ്കിലും ഹൈക്കിംഗ് ഷൂ മേടിക്കാതെ നടക്കത്തില്ല. നല്ല രീതിയിൽ സ്ലിപ്പറി ആവുന്നുണ്ട് ഞാൻ. നമ്മളിപ്പോൾ ഹൈവേ സൈഡിലാണുള്ളത്. ഇവിടെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആ കാണുന്ന ബസ് ഉണ്ടോ, ആ പച്ച കളറുള്ള ബസ്, ഫ്ലിക്സ് ബസ്, അതാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ബാഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ബസ്സിലേക്ക് കയറാം. വാവ്, ഡ്രൈവറിൻ്റെ സീറ്റ് നോക്കിയേ, അടിപൊളിയല്ലേ. നല്ല കിടിലം വോൾവോ ബസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. ബസ് വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു കമ്പലൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സീറ്റ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. നൈസാണ് കേട്ടോ. ഇപ്പോൾ ചണ്ഡീഗഡിലേക്ക് നാളെ രാവിലെ നമ്മളൊരു 3 മണിക്ക് തന്നെ ചണ്ഡീഗഡിലെത്തും. നമുക്ക് ചാർജ് ചെയ്യേണ്ട സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിലുപരി എല്ലാ സീറ്റിനും നമുക്ക് സീറ്റ് ബെൽറ്റും കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ബസ് ഇപ്പോൾ ഒരു ധാബയുടെ മുന്നിൽ നിർത്തിയിട്ടാണുള്ളത്. ഇനി എന്തായാലും ഒരു 20 മിനിറ്റ് ഇവിടെ നിർത്തുന്നതാണ് പറഞ്ഞത്. ഈ ഗൈസ്, ഞാനങ്ങനെ ചണ്ഡീഗഡിലെത്തി. ഇപ്പോൾ മെക്ഡൊണാൾഡ്സിലാണ് ഉള്ളത്. ഒരു ബർഗർ കഴിക്കാണ്. വേറൊന്നും തുറന്നിട്ടില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട്
ഇനിയിപ്പോൾ ഡെക്കാത്തലോണിലേക്ക് വന്നതാണ്. ഡെക്കാത്തലോൺ ഇതിനെ തൊട്ടപ്പുറമാണ്. നമ്മളിവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഡെക്കാത്തലോൺ തുറന്നിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ ഇവിടെ ഇരിക്കുകയായിരുന്നു. 10 മണിക്ക് ഡെക്കാത്തലോൺ തുറക്കത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് മെക്ഡൊണാൾഡ്സ് കാണാം. അതിൻ്റെ നേരെ ഇപ്പുറത്ത് KFC, അതിന് നേരെ അപ്പുറത്ത് സ്റ്റാർബക്സ്, അതിൻ്റെ അപ്പുറത്ത് ഡെക്കാത്തലോൺ. കൊള്ളാം അല്ലേ? പൊളിയാണ്. നമ്മളിപ്പോൾ ചണ്ഡീഗർ എന്ന് വെച്ചാൽ സ്മാർട്ട് സിറ്റിയാണ്, പ്ലാൻഡ് സിറ്റിയാണ് ചണ്ഡീഗർ. അടിപൊളിയാണ്. നമുക്കിവിടെ ഡ്രൈവ് ത്രൂ എല്ലാം കാണാൻ പറ്റും. നൈസാട്ടോ, വേറൊരു വൈബാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. മുന്നിൽ തന്നെ നമുക്ക് സൈക്കിൾ ഉണ്ടല്ലോ. സൈക്കിളിന് ഓഫറിനുണ്ടോ? സൈക്കിളിന് 8000. ഒരു സിമ്പിൾ സൈക്കിളാണ്. നമുക്കെന്തായാലും ഡെക്കാത്തലോണിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഡെക്കാത്തലോണിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും ഇനി ഓസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ എനിക്കൊരു ഹോസ്റ്റൽ ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ പോകാനുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹിച്ചൈക്ക് ചെയ്ത് വന്നതാണ്. ഞാനിപ്പോൾ VR പഞ്ചാബ് മാൾ എന്ന് പറഞ്ഞൊരു മാളിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ ദെഹ്റാദൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചണ്ഡീഗറിൽ നിന്ന്. ഞാനൊരു ദിവസം ചണ്ഡീഗറിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഹോസ്റ്റലിന് താല്പര്യമില്ല വീട്ടിൽ വരാൻ, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്. ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ ലോക്കൽ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി വന്നതാണ്. ഞാൻ ബസ്സിലാണുള്ളത്. ദെഹ്റാദൂണിലേക്ക് പോവാണ്. എൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ആരുമില്ല, അതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഇലക്ട്രിക് ബസ്സിലാണ്. ഏകദേശം 4 മണിക്കൂർ ഓട്ടാണ് ഉള്ളത് ദെഹ്റാദൂണിലേക്ക്. ഒരു ബസ്സിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇലക്ട്രിക് ബസ്സാണ്. കുറച്ച് പഴയ ബസ്സാണ് കേട്ടോ. ഒരു ധാബയുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഒരു 80 കിലോമീറ്ററാണ് ഉള്ളത് ദെഹ്റാദൂണിലേക്ക്. അപ്പോൾ ഇതാണ് ബസ്. കുറച്ച് പഴയ ബസ്സാണ്. ഉണ്ടോ, ഇപ്പോൾ ദെഹ്റാദൂണിലെത്തി. നിങ്ങൾ ദെഹ്റാദൂൺ സിറ്റിയാണ് ഈ കാണുന്നത്. വന്നിറങ്ങിയോട് നല്ല ഒരു തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹിച്ചൈക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനൊരു ബസ് എടുത്തിട്ടാണുള്ളത്. കാരണം ഹിച്ചൈക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് IT പാർക്ക്. ഈ പാർക്കിൻ്റെ അടുത്താണ് ഉള്ളത്. ബസ് സ്റ്റാൻഡിലാണുള്ളത്. നിങ്ങൾ ഈ ഒരു ഡിവൈസ് ഉണ്ടോ? ഈ ഒരു ഡിവൈസിൽ നമ്മൾ ഈ ബട്ടൺ അമർത്തിയിട്ട് ചോദിച്ചാൽ ബസ് എത്ര മണിക്കാണ് വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാനിവിടുന്ന് ഡെക്കാത്തലോണിലേക്ക് പോവാണ് ഷൂ മേടിക്കാൻ. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജ്യൂസ് കടയാണിത്. നല്ല രസമില്ല. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചതാണ്. ഞാനിവിടുന്ന് ഒരു അനാർ ജ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. 60 രൂപയാണ്. നല്ല നൈസാണ്. നല്ല ഫ്രഷ് അനാർ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. എന്തോ നല്ല ഫ്രഷ് ഇതാണ്. ഉണ്ടോ, ഇതിലെല്ലാത്തിലും ഉപ്പിടും. ഞാൻ ഉപ്പിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. AC ഇലക്ട്രിക് ബസ്സാണ്. ഇതാണ് ഇവിടെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു മാർഗം. ഈ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നല്ല വലിയ ഗ്ലാസ്സാണ്. അങ്ങനെ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഡെക്കാത്തലോൺ. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. മഴ പെയ്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഷൂ വാങ്ങി, അതുപോലെ ഒരു ക്യാപ്പ് വാങ്ങി കേട്ടോ. എന്തായാലും ഇവിടെ തന്നെ IT പാർക്കിലേക്ക് പോകണം. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ പോകാനുണ്ട്. ഇതുവരെ നല്ല മഴയായിരുന്നു കേട്ടോ. കണ്ടോ, റോഡിലൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടാണ് ഉള്ളത്. നമുക്കെന്തായാലും റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് പോയിരുന്ന വണ്ടി കിട്ടുമെന്ന് നോക്കാം. പൊന്ന്, ഇവിടെ ഫുള്ള് വെള്ളമാണ്. കണ്ടാ, ബസ്സൊന്നും കിട്ടുന്നില്ല അവസ്ഥയാണ്. ഓ, കുറച്ച് നേരം മഴ പെയ്യിട്ടേ ഉള്ളൂ. ഫുള്ള് വെള്ളമാണ്. കണ്ടോ, ഈ കടയിലൊക്കെ വെള്ളം കയറിയതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. കാരണം ബസ്സൊന്നും കാണുന്നില്ല. എൻ്റെ പിന്നെ ഒരുപാട് ദൂരം പോകാനുമുണ്ട്. അവസ്ഥയാണ്. എന്തോ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാണുള്ളത്. ഇതെന്താ, റോഡാണോ അതോ പുഴയാണോ? ഫുള്ള് വെള്ളമാണ്. കണ്ടോ, എന്താ മോനെ. ചില സൈഡിലൊക്കെ കുണ്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തിരിച്ചെത്തി. ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെയാണ് ഇന്നലെ ഞാൻ കിടന്നത്. എന്നെ ബിബിൻ ബ്രോ ആണ് ഹോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കേരളീയൻ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ബിബിൻ ബ്രോ ആണ് ഹോസ്റ്റ് ചെയ്തത്. ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഋഷികേശിലേക്ക് പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഹോസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിബിൻ ബ്രോ കേരളീയൻ. അപ്പോൾ ഞാനെന്തായാലും ഇനി ഇവിടുന്ന് ഋഷികേശിലേക്ക് പോവാണ്. ഇവിടെ തന്നെ എനിക്ക് ഇനി ഷെയർ ഓട്ടോ മറ്റോ എടുത്ത് പോകണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, കാണാൻ ഉറപ്പായിട്ടും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാനെന്തായാലും ഇനി ഇവിടുന്ന് ഇനി ഷെയർ ഓട്ടോയോ അല്ലെങ്കിൽ ബസ്സോ എടുത്തിട്ട് എനിക്ക് ISBTയിലേക്ക് പോകണം. അവിടുന്ന് ഇനി ഋഷികേശിലേക്കുള്ള വണ്ടി നോക്കണം. എന്തായാലും വിൻ്റർ സമയത്ത് എനിക്കും ഇവിടെ വരണമെന്നുണ്ട്. എന്തായാലും ബ്രോയുടെ കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രോയുടെ പാക്കേജ് എടുത്ത് പോകാമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറൊരു രസമായിരിക്കും കേട്ടോ. വിൻ്ററിൽ ഇവിടെ ഒരുപാട് ട്രക്കിംഗ് ഉണ്ട്. ഉത്തരാഖണ്ഡിൽ
ഒരുപാട് ട്രക്കിംഗ് ഉണ്ട്. ഇപ്പം തന്നെ സീസൺ ഉണ്ട്, എല്ലാ സമയത്തും ഉത്തരാഖണ്ഡിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടും, AC ബസ് കിട്ടും. വളരെ ചീപ്പാണ്, കംഫർട്ടബിളാണ്. നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ആ ബസ് എടുത്തിട്ടാണ് ഞാൻ ISBTയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കൊക്കെ ബസ് ഉണ്ടാവും, ലോക്കൽ ബസ്സൊക്കെ ഉണ്ടാവും. നോക്കട്ടെ, ബസ് എടുത്ത് പോകണോ അതോ ഇച്ചയ്ക്ക് ചെയ്യണോ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ, ഒരു 43 കിലോമീറ്ററേ ഉള്ളൂ, 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഋഷികേശിലേക്ക് പോവാണ്. ബസ് ഫീസാകെ 25 രൂപ വരുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ പോകാനുണ്ട്. അവിടുന്ന് പിന്നെ ഋഷികേശിലേക്ക് ഏകദേശം 45 കിലോമീറ്റർ വരുന്നത്. 100 രൂപ ബസ്സിന് വരുന്നുള്ളൂ. എന്നാലും ബസ് എടുത്ത് പോകാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത്. അങ്ങനെ ISBTയിലെത്തി. ഇത് ഹരിദ്വാറിലേക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ എന്തായാലും ഋഷികേശിലേക്കുള്ള ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഇവിടെ തന്നെ വരും. ഇപ്പോൾ ഋഷികേശിലാണുള്ളത്. ബസ്സിൽ എനിക്കൊരു ബ്രോനെ കിട്ടി. ബ്രോയോട് സംസാരിച്ചുകൊണ്ട് വന്നതാണ്. ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ നിർത്താതെ സംസാരിക്കുകയായിരുന്നു. ഋഷികേശിനെ പറ്റി, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്പിരിച്വലി, ഇവിടുത്തെ ഹിസ്റ്ററി, അതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സമയം പോയതെന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ ഞാനിവിടെ എത്തിയിട്ടാണുള്ളത്. ആ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെറിയ കടകളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് സ്കൂട്ടി റെൻ്റൽ ഏരിയ ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 187 രൂപയ്ക്ക് ഒരു ഹോസ്റ്റൽ കിട്ടിയിട്ടുണ്ട്. ഡോമറ്ററി ആണ്. അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടെ നമുക്ക് ഷെയർ ഔട്ട് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഒന്ന് നടന്ന് കാണാമെന്ന്. ഇപ്പോൾ നടന്നിങ്ങനെ ഹോസ്റ്റലിലേക്ക് പോവാണ്. എനിക്കെന്തായാലും ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ച് ഭയമാറ്. അപ്പം मेरा नाम जादे हाँ जादे नाम बोलो इधर से आगरा से हाँ नाम കസീസ്. അപ്പോൾ കസീസ് ബ്രോ ഉണ്ട് എൻ്റെ കൂടെ. എന്നാൽ നമ്മളെല്ലാവരും കമ്പനി അടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ബാക്കിലൊരു ബ്രോ ഉണ്ട്, ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു കമ്പനി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോട്ടെ. അവർ പോയിട്ടോ. ഞാനിപ്പോൾ ഒരു റിക്ഷ എടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദൂരം ഉണ്ടല്ലോ. റിക്ഷ ആകുമ്പോൾ നല്ല ചീപ്പായിരിക്കും. ഞാൻ എന്തായാലും ഹോസ്റ്റലിലേക്ക് പോവാണ്. പിന്നെ ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിക്ഷ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 3 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട്. 10 രൂപ ചാർജ് ചെയ്തിട്ടുള്ളൂ. 8 റിക്ഷയൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ വളരെ ചീപ്പായിരിക്കും. എന്തായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗായ്സ്, ഫൈനലി ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡോമറ്ററി. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്പർ 1. അപ്പോൾ അത്യാവശ്യം നീറ്റാണ് കേട്ടോ. നമുക്കൊരു ബ്ലാങ്കറ്റ് തരുന്നുണ്ട്, പിന്നെ നോർമൽ തിങ്സ്, കർട്ടൻ ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് 10 ബെഡ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, നമുക്കിവിടെ 10 ബെഡ് കാണാൻ പറ്റും. നമ്മുടെ ബാത്റൂം ഇതാണ്. ഓ ലൈറ്റല്ലേ, ഇതാണ് നമ്മുടെ ബാത്റൂം. കണ്ടോ, ഒരു സിമ്പിളാണ്. ഒരു വലിയൊരു ഹീറ്റർ കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നീറ്റാണ്. ഇപ്പോൾ സമയം 5 മണിയായി. 5 മണിയായിട്ടും ഇതുവരെ ആരും വന്നിട്ടില്ല ഈ ഒരു ഡ്രോമിൽ. 10 ബെഡ് റൂമാണ്. ഇപ്പോൾ നമ്പർ 1 ആണ് ഞാൻ സെലക്ട് ചെയ്തത്. നമുക്ക് എന്തായാലും പുറത്തേക്ക് അയച്ച് കാണാം. ഇതിൻ്റെ നേരെ ഇവിടെ നമുക്ക് 6 ബെഡ് റൂം കാണാൻ പറ്റും. അത് അത്യാവശ്യം നല്ല AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിച്ചിട്ടിട്ടാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ മൗണ്ടെയിൻസ് ആണ്, നല്ല രസമാണ്. നമുക്കൊരു വിശാലമായൊരു ബാൽക്കണി തന്നെ ഉണ്ട്. ഇതിലൂടെ നമ്മുടെ ഡോമിലേക്ക് പ്രവേശിക്കാൻ പറ്റും. നൈസല്ലേ കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചെടുത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വീഡിയോയിൽ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഇനി നമ്മൾ ഋഷികേശ് ഒന്ന് കവർ ചെയ്യണം. നാളെ നമ്മളിവിടുന്ന് ഹരിദ്വാറിലേക്കാണ് പോകുന്നത്. ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. See you guys. Bye.